പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴിലിനായി അല്പസമയത്തിനകം നട തുറക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ദർശന പുണ്യം തേടിയെത്തുന്നത്. രാത്രി 10:30 വരെ ഭക്തർക്ക് മകം തൊഴാൻ സൗകര്യമുണ്ടാകും. രാവിലെ 5:30-യോടെ ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കിപ്പൂജയും നടന്നതോടെയാണ് മകം തൊഴൽ ചടങ്ങ് ആരംഭിച്ചത്. മകം എഴുന്നള്ളിപ്പായിരുന്നു രാവിലെ നടന്ന മറ്റു പ്രധാന ചടങ്ങ്. തുടർന്ന് മകം തൊഴലിന് ദേവിയെ അണിയിച്ചൊരുക്കുന്നതിനായി നടയടച്ചു. ദേവിയെ വിശേഷപ്പെട്ട തങ്കഗോളകയും ആഭരണങ്ങളും താമരമാലയും പട്ടുടയാടകളും അണിയിച്ചാണ് മകം ദർശനത്തിനായി ഒരുക്കുക. 2 മണിക്കാണ് പ്രസിദ്ധമായ മകം തൊഴൽ. ഇവിടെ വന്ന് തൊഴുത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം മാത്രമാണ് ദേവി നമുക്ക് ജീവിതത്തിൽ ഒരു വർഷം നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതാ തൊഴാനായിട്ട്. ഇത്ര തിരക്ക് ഇപ്പോഴാണ് കണ്ടേക്കുന്നത്. അതാണ് മനസ്സാണല്ലോ സന്തോഷം. ഭഗവതി ആ അമ്മ നമ്മളെ കാക്കും. രാത്രി 10:30 വരെ മകം ദർശനത്തിന് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. മകം തൊഴലിനോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിലും പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 5 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ 1000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം.എൽ.നൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബിയുടെ കൂടുതൽ വിവരങ്ങളുമായി. ലേബി, 2 മണിക്കാണ് നട തുറക്കുക. അതിനു മുമ്പുള്ള ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? സ്മൃതി, മിനിറ്റുകൾ മാത്രമാണ് ചോറ്റാനിക്കര മകം തൊഴൽ ചടങ്ങിനായി നട തുറക്കാൻ ബാക്കിയുള്ളത്. ഈ സമയത്ത് ക്ഷേത്ര സന്നിധി ദേവി മന്ത്രത്താൽ മുഖരിതമാണ്. വളരെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം എന്ന് തന്നെ പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ മതിൽക്കെട്ടിനുള്ളിലാണ്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് കിലോമീറ്ററുകളോളം ക്യൂ നീണ്ടു നിൽക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നൽകാൻ സാധിക്കില്ല. കാരണം നട തുറന്നു കഴിഞ്ഞാൽ അകത്തെ ദൃശ്യങ്ങൾ അപ്പോൾ നമ്മൾക്ക് നൽകാനാവില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് അകത്തേക്ക് കയറിയിരിക്കുന്നത്. പുറത്തെ ദൃശ്യങ്ങൾ അടുത്ത വാർത്തയിൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കും. അതായത് അത്രത്തോളം റോഡ് നിറഞ്ഞ ക്യൂ രൂപപ്പെട്ടിരിക്കുകയാണ് 2 നടകളിലായി. സ്ത്രീകൾക്ക് മാത്രമായി പടിഞ്ഞാറേ ഗോപുരത്തിൽ കിലോമീറ്ററുകളോളം തന്നെ എന്ന് പറയാൻ സാധിക്കും ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. അകത്തേക്ക് വളരെ നേരത്തെ കയറിയിട്ടുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കുറച്ചു പേർ മാത്രമാണ് ഇപ്പോൾ അകത്തുള്ളത്. ഇതിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം രാവിലെ 5 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ട്, തുടർന്ന് എഴുന്നള്ളത്ത്, അതിനുശേഷം ദേവിയെ അണിയിച്ചൊരുക്കുന്ന വളരെ വിശേഷപ്പെട്ട ചടങ്ങായിരുന്നു. അത് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചടങ്ങായിരുന്നു. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകമായ ആടയാഭരണങ്ങൾ അണിയിച്ചാണ് ദേവിയെ ഈ മകം തൊഴൽ ചടങ്ങിനായി ഒരുക്കുന്നത്. ആ ചടങ്ങ് തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. തങ്കഗോളകയടക്കം വളരെ വിശേഷപ്പെട്ട ആഭരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ മകം നാളിൽ മാത്രമാണ്, ഈ മകം തൊഴൽ ദിനത്തിൽ മാത്രമാണ് അമ്മയെ അണിയിക്കുക. അതുപോലെ തന്നെ വിശേഷപ്പെട്ട പട്ടുചേലകൾ എല്ലാം വിശേഷപ്പെട്ട ആടയാഭരണങ്ങളോടുകൂടി ദേവി ഇപ്പോൾ ഒരുക്കി അതിന്റെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 2 മണിയോടുകൂടി തന്നെ നട തുറക്കും. നട തുറന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പുറത്ത് രൂപപ്പെട്ടിരിക്കുന്ന ക്യൂ അത് ഓപ്പൺ ആക്കുകയുള്ളൂ. അകത്തേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. പിന്നെ ഒരു വളരെ ജനനിബിഡമായിരിക്കും. ഭക്തജനങ്ങളെ കൊണ്ട് ഈ ക്ഷേത്ര സന്നിധി മുഴുവൻ നിറയുന്ന ഒരു കാഴ്ചയായിരിക്കും രാത്രി 10:30 വരെ ഇവിടെ കാണാൻ ഉണ്ടാവുക. സ്മൃതി, ശരി, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.